ഇന്നൊരു ചെറിയ യാത്രയാണ് കേട്ടോ. മനസ്സിന് സമാധാനം തരുന്ന കുറച്ച് സ്ഥലങ്ങളിലേക്കാണ്. ആദ്യം എത്തിയത് നമ്മുടെ എടപ്പള്ളി ക്ഷേത്രമാണ്. എടപ്പള്ളി ഗണപതി ടെമ്പിൾ ഞങ്ങളുടെ കുടുംബ അമ്പലമായിട്ടൊക്കെ വരും കേട്ടോ. അപ്പം നാട്ടിൽ നിന്ന് കുഞ്ഞമ്മയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിലാണ്. സന്ധ്യ സമയത്തായിട്ടോ എത്തിയത്. വിളക്കുകളൊക്കെ തെളിയിക്കുന്ന സമയമായിരുന്നു. ചാരുവിനെ ആ മണ്ണിലെ കുറച്ച് നേരമൊക്കെ നടത്തി, നാളികേരമൊക്കെ ഉടച്ച് നേർച്ചകളൊക്കെ നടത്തി. അങ്ങനെ അതിനുശേഷം നേരെ പോയത് നമ്മുടെ സെൻറ്റ് ജോർജ് ഫോറേൻ ചർച്ചാട്ടോ. തൊട്ടടുത്ത് തന്നെ കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, നമ്മുടെ എടപ്പള്ളി പള്ളി അത് തന്നെ കേട്ടോ. എനിക്കും അങ്ങനെ അറിയില്ലായിരുന്നു കേട്ടോ പേരിതാന്നൊക്കെ. എടപ്പള്ളി എന്നാട്ടോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഇതിന് നേരത്തെയും ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ 2 വട്ടം പോയപ്പോഴേ കയറാൻ പറ്റിയില്ല. മേ ബി നിമിത്തമായിരിക്കും, ചാരുവായിട്ട് വരാൻ കണ്ടാൽ മതി എന്നായിരിക്കും കർത്താവ് വിചാരിച്ചത്. അങ്ങനെ സമാധാനിക്കുക അല്ലേ. ഇത്രയും തിരക്കേറിയ ഒരു നഗരത്തിൻ്റെ നടുക്കെ ഇങ്ങനൊരു സമാധാനവും ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പെട്ടെന്ന് പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് കാമായിട്ടുള്ള ഒരു ഏരിയ. ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയട്ടോ, നമ്മുടെ ഈ ബിസി ആയിട്ടുള്ള സിറ്റിയുടെ കറക്റ്റ് സെൻറ്ററിലാട്ടോ ഇത്. എടപ്പള്ളിയിൽ തന്നെ, അങ്ങനെ ഉള്ളിലോട്ടൊന്നും അല്ല കേട്ടോ. എന്നാൽ പോലെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കാം, എന്താ പറയുക, ഭയങ്കര ഒരു ശാന്തത നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ചുറ്റും ഗോപുരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ മനസ്സ് ശാന്തമാവും. ഇവിടെ വന്നാൽ മനസ്സ് തന്നെ പറയാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങും കേട്ടോ. ഓരോ ചുവരും മുന്നോട്ട് വെക്കുമ്പോഴേ നമ്മുടെ ഓരോ വിഷമങ്ങൾ ഇല്ലാതാവുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ. എന്താ പറയുക, എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനേ തോന്നും കേട്ടോ. അത്രയ്ക്ക് കാമായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടോ. തിരിച്ചു പോരാനൊന്നും തോന്നിയില്ല കേട്ടോ. കണ്ണുകൾ അടച്ചൊന്നും നിന്ന് നോക്കുക കേട്ടോ. മനസ്സ് തന്നെ മറുപടി പറയും. ഈ മണൽ, ഈ സ്ഥലമൊക്കെ അവൻ്റെ ആദ്യ ഓർമ്മകളിലൊന്നാവട്ടെ. കർത്താവിൻ്റെ മണ്ണിൽ അവൻ ആദ്യമായിട്ട് നടന്നു കേട്ടോ. അവനെ കൈ പിടിച്ച് നടത്തിയ കേട്ടോ. ചാരുവിൻ്റെ ആദ്യ പടി. അവൻ്റെ ജീവിതം എന്ന് സുരക്ഷിതമാകട്ടെ അല്ലേ. നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. നാളെ വളരുമ്പോഴേ ചാരുവിന് ഒരുപക്ഷെ ഇതൊന്നും ഓർമ്മ കാണില്ല. പക്ഷെ നമ്മൾ ഈ ദിവസം ഒരിക്കലും മറക്കില്ല. സ്നേഹവും വിശ്വാസവും സമാധാനവും ഒക്കെ നിറഞ്ഞൊരു ജീവിതം ചാരുവിന് കിട്ടട്ടെ. അതാണ് കേട്ടോ എൻ്റെ പ്രാർത്ഥനയും. ചില സ്ഥലങ്ങളുണ്ടല്ലോ, നമ്മളെ മാറ്റുന്നില്ല, പക്ഷെ നമ്മളാകാൻ സഹായിക്കുന്നു. പ്രാർത്ഥനകൾ വാക്കുകളിലല്ല, ഹൃദയത്തിൽ നിന്നാണ് കേട്ടോ. ഇവിടെ പള്ളിയുടെ അകത്തേക്ക് കടന്നാലുണ്ടല്ലോ ഒരു വ്യത്യസ്തമായ സമാധാനവും വിശ്വാസവും ഒക്കെ തോന്നും കേട്ടോ. നല്ല തണുത്ത കാറ്റടിക്കുമ്പോഴുള്ള ഒരു അനുഭവം ഇല്ലേ, എനിക്ക് അങ്ങനെയാട്ടോ തോന്നിയത്. നമുക്ക് ഒന്നും അധികം ചോദിക്കാൻ തോന്നത്തില്ലെന്ന്, എല്ലാം നന്നാകട്ടെ എന്ന് മാത്രം കർത്താവിനോട് പ്രാർത്ഥിക്കാനേ തോന്നത്തുള്ളൂ. നന്ദി പറയാനും. ഈ മെഴുകുതിരി തെളിയിക്കുന്ന ഓരോരുത്തരുടെയും കണ്ണുകൾ നോക്കിയാൽ ഓരോ കഥകളുണ്ട്. പ്രതീക്ഷയോടെ നിറഞ്ഞ കഥകൾ, വിശ്വാസം നിറഞ്ഞ ഹൃദയങ്ങൾ. ഇവിടെ വരുന്നവരെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാട്ടോ. ഫോറിനേഴ്സ് തൊട്ട് നോർത്ത് ഇന്ത്യൻസ്, അങ്ങനെ പല ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും ഒരേ മതം അല്ല കേട്ടോ. പല ജാതിയും മതങ്ങളും ഉള്ളവരൊക്കെ ഉണ്ട്. ക്രിസ്ത്യൻസ് മാത്രമല്ല കേട്ടോ ഇവിടെ വരുന്നത്. പക്ഷെ എല്ലാവരുടെയും മനസ്സേ ഒരുപോലെ ആയിട്ടോ. ഒരേ പ്രാർത്ഥന, ഒരേ പ്രതീക്ഷ. അതുപോലെ തന്നെ ഈ പള്ളിയുടെ ചുറ്റുപാടുമേ നല്ല ഭംഗിയായിട്ടോ കാണാൻ. ഭയങ്കര ശാന്തവും. ഈ മരങ്ങളുടെയൊക്കെ സൗണ്ട് കേൾക്കുമ്പോഴേ, ഈ ഇലകളൊക്കെ അനങ്ങുന്നത് കേൾക്കുമ്പോൾ എനിക്കൊരു മെലഡി പോലെ ആയിട്ടോ തോന്നിയത്. അത്ര ലളിതമായിട്ടുള്ള, അത്രയ്ക്ക് കാമായിട്ടുള്ള ഒരു സ്ഥലമാട്ടോ ഇത്. നമുക്ക് ചെറിയ സൗണ്ടുകൾ പോലുമേ നമുക്ക് എടുത്തറിയാം. അതാ ഞാൻ പറഞ്ഞത്, നമുക്കൊരു മെലഡി കേൾക്കുന്ന പോലെയൊക്കെ തന്നെ ആട്ടോ എനിക്ക് തോന്നുന്നത്. മനസ്സിലൊരു സമാധാനം കിട്ടും കേട്ടോ ഇവിടെ വന്ന്. അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമായിട്ടോ. നിങ്ങൾ എന്തായാലും ഒരു വട്ടമെങ്കിലും ഒന്ന് വന്ന് നോക്കണം. എന്നിട്ട് നിങ്ങൾ അനുഭവം പറയാട്ടോ. ഇവിടെ നിന്ന് പോകുമ്പോഴേ ഒരു ശൂന്യതയല്ല, ഒരു സമാധാനമാണ് കൊണ്ടുപോകുന്നത്. വീണ്ടും വരണമെന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലം. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ നമ്മുടെ എടപ്പള്ളി പള്ളി. ഒരു ഫീലിംഗാണ്, ഒരു അനുഭവമാണ്. എപ്പോഴും നമ്മൾ തിരിച്ചു വിളിക്കുന്ന ഒരിടം. അപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ. ഭയങ്കര തണുപ്പാട്ടോ കിണറ്റിലെ വെള്ളത്തിനൊക്കെ. എന്തായാലും ചാരുവിൻ്റെ കൈയും കാലും ഒക്കെ കഴുകി പുറത്തിരുന്ന് തന്നെ ഫുഡൊക്കെ കൊടുത്തിട്ടോ. ദോശയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതൊക്കെ കൊടുത്തു. അവനും ഹാപ്പി. തിരിച്ച് മെട്രോയ്ക്കായിട്ടാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് പതുക്കെ നടന്ന് കുറച്ച് നടന്നാൽ മതി നമ്മുടെ മെട്രോ സ്റ്റേഷനെ. വരാനായിട്ട് എളുപ്പമാട്ടോ എടപ്പള്ളി പള്ളിയിൽ. നമ്മുടെ എടപ്പള്ളി മെട്രോ ഇറങ്ങിയിട്ട് നടക്കാവുന്ന ദൂരേ ഉള്ളൂ കേട്ടോ. ഒരു ഓട്ടോ വിളിച്ചാൽ തന്നെ 30 രൂപ എടുത്ത് പള്ളിയുടെ മുമ്പിൽ തന്നെ ഇറക്കും കേട്ടോ. അതിൻ്റെ കാര്യമില്ലെന്നേ, കുറച്ച് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. നമുക്ക് ഗണപതി ക്ഷേത്രത്തിലും പോവാം, എടപ്പള്ളി പള്ളിയിലും പോവാം. അപ്പം നിങ്ങൾ ഒരു ദിവസം ഇറങ്ങാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസൊക്കെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.